1975 കൂടിയാണ് സൈലൻറ്റ് വാലി വിഷയം സാധാരണ ഒരു വിഷയമായിട്ടാണ് കയറി വരുന്നത്. സൈലൻറ്റ് വാലി ഒരു അണക്കെട്ടുണ്ടാക്കണം, വിദ്യുത് ശക്തി ഉൽപ്പാദിപ്പിക്കണം, കാരണം കേരളത്തിൽ വേണ്ടത്ര വിദ്യുത് ശക്തിയില്ല. അപ്പോൾ സ്വാഭാവികമായി അന്നത്തെ ഒരു രീതി അനുസരിച്ച് അത് ഇലക്ട്രിസിറ്റി ബോർഡ് ഗവൺമെൻറ് വിദഗ്ധന്മാർ ചർച്ച ചെയ്തു. അണക്കെട്ട് ഉണ്ടായി കഴിയുമ്പോൾ ഉദ്ഘാടനത്തിന് വരും, പേപ്പറിൽ വരുമ്പോൾ മാത്രമേ സാധാരണ ജനങ്ങളത് അറിയേണ്ടതുള്ളൂ. പക്ഷേ ഈ അണക്കെട്ട് വന്നപ്പോൾ, അണക്കെട്ടിനെ കുറിച്ചുള്ള ആചരണങ്ങൾ വന്നപ്പോൾ വ്യത്യസ്തരായ ചില ആളുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ MK പ്രസാദ് ആയിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. പുറമേ നിന്നുള്ള പല ആൾക്കാരും ഉണ്ടായിരുന്നു. ഈ അണക്കെട്ട് എവിടെയാണ് വരാൻ പോകുന്നത്, അത് വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എവർഗ്രീൻ ഫോറസ്റ്റ്, നിത്യഹരിത വനമായിട്ടുള്ള സൈലൻറ്റ് വാലിയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ, അപ്പോൾ വനത്തിൻ്റെ നാശം ഉണ്ടാവുമല്ലോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒറ്റപ്പെട്ട ഇതിൽ ചില ചർച്ചകൾ MK പ്രസാദ് വഴി പരിഷത്തിൻ്റെ നിർവാഹക സമിതിയിലെത്തുന്നു. പരിഷത്തിൻ്റെ നിർവാഹക സമിതിയെ ചർച്ച ചെയ്തപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്കൊന്ന് ആലോചിച്ചിട്ട് മതി, ഗവൺമെൻറ് ഒരു തീരുമാനം കൊടുത്തിരിക്കുന്നതല്ലേ, പെട്ടെന്ന് നമ്മൾ എതിർക്കാനൊന്നും പറ്റില്ല എന്നൊരു നിലപാടിലങ്ങ് സ്വീകരിച്ചു. MK പ്രസാദും സെറ്റും കൂടിയിട്ട് അവരുടെ ഭാഗം കൂടുതൽ ഷാർപ്പൺ ചെയ്തു. ഇത് വെറും ഒരു കാടല്ല, ഈ കാടിൻ്റെ നാശം എന്ന് പറയുന്നത് പ്രകൃതിയിലെ എത്രയോ കാലമായി വളർന്നു വന്നിട്ടുള്ളൊരു നിത്യഹരിത വനത്തിൻ്റെ നാശമാണ്. എല്ലായിടത്തും സുലഭമായുള്ള ഒന്നല്ല. വനമെന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അതൊക്കെ നമ്മൾ ഈ വിദഗ്ധന്മാർ പഠിച്ചിട്ടുണ്ടാവുന്നില്ല, സാധാരണ ജനങ്ങളിൽ. വനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ലല്ലോ, എത്രയോ വർഷങ്ങളായിട്ടുണ്ടായി വരുന്നൊരു ആവാസ വ്യവസ്ഥയാണ്. അതിനെ നശിപ്പിക്കാൻ പാടില്ല, കേരളത്തിലെ വനനാശം കൂടുതലാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചുരുക്കത്തിൽ പതുക്കെ പല ആംഗിളിൽ നിന്ന് നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടതുണ്ട്. ഇതിനെ പരിസരത്തിൻ്റെ ഭാഗത്ത് നോക്കേണ്ടതുണ്ട്, വികസനത്തിൻ്റെയും ഊർജത്തിൻ്റെയും ഭാഗത്ത് നോക്കേണ്ടതുണ്ട്, പിന്നെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്ത് നോക്കേണ്ടതുണ്ട്, സാമൂഹ്യമായിട്ടുള്ള ഭാഗത്ത് നോക്കേണ്ടത്. അങ്ങനെ ഒരു സോഷ്യോ ഇക്കണോമിക് ആൻഡ് ടെക്നോ പൊളിറ്റിക്കൽ സ്റ്റഡി ഓഫ് സൈലൻറ്റ് വാലി എന്ന നിലയ്ക്ക് ഒരു മൾട്ടി പ്രോങ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി നടത്തണം. അപ്പോൾ പരിസര വിദഗ്ധന്മാർ മാത്രമല്ല, പിന്നെ വികസന വിദഗ്ധന്മാരും ഊർജത്തിൻ്റെ വിദഗ്ധന്മാരും ഒക്കെ അടങ്ങുന്ന ഒരു സമിതി. ഡോക്ടർ RVG മേനോൻ, അല്ല ഡോക്ടർ MP പരമേശ്വരൻ, പിന്നെ KP കണ്ണൻ, പ്രൊഫസർ MK പ്രസാദ്, VK ദാമോദരൻ, ഊർജത്തിൻ്റെ രംഗത്തൊരു, ഇങ്ങനെ കുറേ 4-5 പേര് ചേർന്നിട്ടുള്ള ഒരു സമിതിയാണ് നമ്മൾ ഇതിൻ്റെ പഠനം ഏൽപ്പിച്ചത്. അവരൊരു പഠന റിപ്പോർട്ടായിട്ട് വന്നു. അത് വളരെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ പരിസര രംഗത്ത് ഒരു മൾട്ടി ഡിസിപ്ലിനറി സ്റ്റഡി ആദ്യമായിട്ട് നടക്കുന്നത് സൈലൻറ്റ് വാലി കാര്യത്തിൽ. അതോടുകൂടി വിഷയത്തിൻ്റെ ഗൗരവം മാറും. അപ്പോൾ ഇത് വെറുതെ ഒരു അണക്കെട്ട് വേണോ വേണ്ടേ എന്ന് ആലോചിച്ചാൽ പോരാ. ആ അണക്കെട്ട് ഉണ്ടാക്കുന്നതിന് പ്രാരംഭമായിട്ട് നിങ്ങൾ വെട്ടി നശിപ്പിക്കാൻ പോകുന്ന വനമാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത, അപ്പോൾ ആ വനം നിലനിൽക്കുന്നതാണോ അതോ ആ വനം വെട്ടി സൈലൻറ്റ് വാലി പദ്ധതി ഉണ്ടാക്കുന്നത് ഏതാണ് സമൂഹത്തിന് കൂടുതൽ പ്രയോജനപ്രദമാവുക എന്നൊരു താരതമ്യത്തിൻ്റെ ആവശ്യമുണ്ട്. അനവധി നമുക്ക് അറിയുകയും അറിയാത്തതും അറിയാൻ കഴിയുന്നതും കഴിഞ്ഞിട്ടുള്ളതും ഇല്ലാത്തതുമായ അനവധി ജീവികളും സസ്യങ്ങളും പ്രാണികളും ഒക്കെ അടങ്ങുന്ന സിംഹവാലൻ കുരങ്ങടക്കം. അന്ന് ഞങ്ങളൊക്കെ സിംഹവാലൻ കുരങ്ങന്മാരെന്നാണ് വിളിച്ചിരുന്നത്. കാരണം ഇവർക്ക് ഊർജത്തിനേക്കാളും മനുഷ്യനേക്കാളൊക്കെ പ്രധാനം സിംഹവാലൻ കുരങ്ങന്മാരെ സംരക്ഷിക്കലാണ് എന്നതായിരുന്നു നമ്മുടെ പേരുള്ള ആക്ഷേപം. പക്ഷേ ഇന്നാരും അത് പറയില്ല. കാരണം സിംഹവാലൻ കുരങ്ങനാണെങ്കിലും കൊച്ചു ജീവികളൊക്കെ ഉറുമ്പുകളാണെങ്കിലും ഇതൊക്കെ പ്രകൃതിയുടെ മൊത്തം വരുന്ന ആ ജാലിയിലെ ഘടകങ്ങളാണെന്നെങ്കിൽ ഒന്നിൻ്റെ നാശം മറ്റൊന്നിൻ്റെ നാശത്തിലേക്ക് നയിക്കുമെന്നൊക്കെ കാലാവസ്ഥാ മാറ്റത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ആ ഒരു അവബോധമൊന്നും വരാതിരുന്നൊരു കാലത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ വികസന വിരോധികൾ എന്ന മുദ്ര കുത്തപ്പെട്ടു. പക്ഷെ നമ്മൾ അതിന് തയ്യാറായില്ല. അതിന് കീഴടങ്ങാൻ തയ്യാറാവാതെ ആ വാദത്തിന് മുന്നോട്ട് കൊണ്ടുപോയി. ഓരോ ഘട്ടത്തിലും വാദം കൂടുതൽ ശക്തിപ്പെട്ടു വന്നു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സ്റ്റഡി, അത് സൈലൻറ്റ് വാലിയിലെ അപൂർവ സസ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവിടെ ഉള്ള അസാധാരണമായിട്ടുള്ള ജീവജാലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന ജീവജാലങ്ങൾ, അതിൽപ്പെട്ട ഒന്നാണ് സിംഹവാലൻ കുരങ്ങ്. അപ്പോൾ ഓരോ ജീവജാലത്തിൻ്റെയും പ്രത്യേകത, നമുക്ക് എപ്പോഴെങ്കിലും ഒരു സ്ഥലത്ത് പോയി എവിടെന്നെങ്കിലും വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലല്ലോ ഇത്. അതുകൊണ്ട് ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ വനത്തിൻ്റെ സംരക്ഷണം സമൂഹത്തിന് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഒരു തട്ടിലും, മറുഭാഗത്ത് ഈ ഊർജത്തിൻ്റെ ഉൽപ്പാദനം എത്ര പ്രധാനപ്പെട്ടാണെന്ന് മറുതട്ടിലും വെച്ചുകൊണ്ട് ഒരു ബാലൻസ്. അതാണല്ലോ എൻവയറൺമെൻറ്റൽ. ഒരു വികസന പ്രവർത്തനം വേണ്ടാന്ന് ഒരിക്കലും ആർക്കും പറയാൻ കഴിയില്ല. പക്ഷെ വികസന പ്രവർത്തനം നടത്തുന്ന സമയത്ത് ഈ സന്തുലനം നോക്കണം. പ്രകൃതി സംരക്ഷണം വഴിയുള്ള നേട്ടങ്ങളും
പ്രകൃതിയെ നശിപ്പിച്ച് നമ്മളൊരു വികസന പദ്ധതി നടത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന നേട്ടങ്ങളും അതിലേതാണ് കൂടുതൽ ഏതാണ് കുറവെന്നുള്ളൊരു താരതമ്യത്തിൻ്റെ ആവശ്യമുണ്ട്. ഇത് പതുക്കെ പതുക്കെ വാദവിവാദങ്ങളായി മാറി തുടങ്ങി. സർക്കാരിലെ ഈ പരമ്പരാഗത KSE ബോർഡിൻ്റെ ആൾക്കാർ തുടങ്ങിയിട്ടുള്ള അവരെല്ലാവരും അതിശക്തമായിട്ട് പരിഷത്തിനെ വിമർശിക്കാൻ തുടങ്ങി. പരിഷത്തിന് വിദേശ സഹായം കിട്ടുന്നുണ്ടെന്നുള്ള CIA ആരോപണമൊക്കെ പിന്നെ പരിഷത്തിൻ്റെ നേതാക്കന്മാർക്കെതിരെ വന്നു. അതൊക്കെ എങ്കിൽ പോലും വളരെ ശക്തമായി തന്നെ മുന്നേറ്റ് നമ്മൾ ഈ ആർഗ്യുമെൻറ്റ്. പക്ഷേ പിന്നെ ആ വാദം കേരളീയ സമൂഹം പതുക്കെ പതുക്കെ ഏറ്റെടുത്തു. ഒരു ഭാഗത്ത് കവികളും സാഹിത്യകാരന്മാരായിട്ടുള്ള സുഗതകുമാരിയുടെ നേതൃത്വത്തിൽ NV കൃഷ്ണവാര്യരുടെ ONV പോലുള്ള ആളുകൾ ഒരു ഭാഗത്ത്, രാഷ്ട്രീയ മായിട്ട് സാധാരണഗതിയിൽ ഈ വികസനത്തിൻ്റെ മാത്രം വികസനം സോക്കോൾ അത് വികസനമല്ല സത്യത്തിൽ, അതൊരു തരം വികസനം മാത്രമാണ്. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള സാധനത്തിൻ്റെ വികസനം ശരിക്കും വിളിക്കാൻ പറ്റില്ല. P. ഗോവിന്ദപിള്ളയെ പോലുള്ള ആളുകൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ സൈലൻറ്റ് വാലി സംരക്ഷിക്കുന്ന ആ വാദത്തിൽ ചില കാര്യങ്ങളുണ്ട്, അത് കേൾക്കാതിരിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ KV സുരേന്ദ്രനാഥിനെ പോലുള്ള ആളുകളുണ്ടായിരുന്നു. പലതരത്തിലുള്ള ആളുകൾ ഈ ആർഗ്യുമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സ്ഥിതി വന്നു. അപ്പോൾ പതുക്കെ ഒരു കേവലമായിട്ടുള്ള പദ്ധതി വേണോ വേണ്ടയോ എന്നുള്ള ആർഗ്യുമെൻറ്റിൽ നിന്ന് പരിസ്ഥിതിയെക്കുറിച്ചുള്ള, പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള, വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഉന്നത തലത്തിലുള്ള ഒരു ആർഗ്യുമെൻ്റ് ആക്കിയതിനെ പരിവർത്തനപ്പെടുത്താൻ പരിഷത്തിന് കഴിഞ്ഞു എന്നല്ല പറയേണ്ടത്, കേരളീയ സമൂഹത്തിന് കഴിഞ്ഞു. പരിഷത്ത് അതിലൊരു നിർണായകമായ പങ്കുവച്ചു. പരിഷത്ത് മാത്രമല്ല, പല ആളുകൾക്കും നിലപാടുകൾ എടുക്കേണ്ടി വന്നു. രാഷ്ട്രീയ രംഗത്തുണ്ടായ രസകരമായ കാര്യം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും സൈലൻറ്റ് വാലി അനുകൂലികളും സൈലൻറ്റ് വാലി വിരോധികളും ഉണ്ടാവാൻ തുടങ്ങി. അത് നല്ലൊരു സംഗതിയായിരുന്നു. കാരണം പരമ്പരാഗതമായ ഒരു പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അങ്ങ് നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് അല്ല, ദർ ഇസ് എ പോയിൻറ്റ് ഫോർ ആർഗ്യുമെൻറ്റ്. ഇവിടെ ഒരു വാദത്തിൻ്റെ ആവശ്യമുണ്ട്. അതൊരു കേരളത്തിന് വലിയൊരു സംഭാവന ചെയ്തൊരു മാറ്റമായിരുന്നു. കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള പരിസ്ഥിതിയും വികസനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ആർഗ്യുമെൻറ്റുകളുടെ ഒരു നല്ല തുടക്കമായിരുന്നു അത്. അവസാനം ഇന്ദിരാഗാന്ധിയുടെയൊക്കെ ഇടപെടലോടുകൂടി സൈലൻറ്റ് വാലി പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. അതിനു മുമ്പ് അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. കാരണം ഒരു പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളൊരു വാദം, അതിനുവേണ്ടി ജനങ്ങൾ അണിനിരക്കുക, വലിയ തോതിൽ ജനങ്ങളെയും ഒക്കെ അണിനിരത്താനും ആ പ്രവർത്തനത്തിന് കഴിഞ്ഞു. പരിഷത്ത് പലരും സഹായിച്ചു. പരിഷത്ത് അതിലൊരു നിർണായകമായ പങ്കുവഹിച്ചു.